പോട്ടെ. ആരാ? ഞങ്ങള് ബാങ്കിൽ ആമിനോ, ആമിനോ. എന്തുമ്മ? ബാങ്കാര് ലോൺ അടവ് തെറ്റിയാൽ ഞങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, ജാമ്യം മുതൽ ജപ്തി ചെയ്യും. പല അവധിയും ഞങ്ങൾ തന്നു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ മുമ്പിൽ ജപ്തി അല്ലാതെ വേറൊരു മാർഗവും. അങ്ങനെ പറയരുത്. അസീസ്ക്ക് ഈ മാസത്തെ ശമ്പളം കിട്ടിയ അയച്ചിരുന്ന മുഴുവൻ കൊണ്ടുവന്ന് അടച്ചോളാം. എന്നാല് ജപ്തി എന്ന കാര്യം ഇത് കുറെ കേട്ട് കഴിഞ്ഞതാ. ഭർത്താവിന്റെ കാശ് വരുമ്പോ നിങ്ങൾ പച്ചക്കറിക്കടക്കാരനും പലചരക്കടക്കാരനും കൊടുക്കുകയും ചെയ്യും. ഒടുവിൽ ബാങ്കിന് കബളിപ്പിക്കലും മെച്ചം. അത് പിന്നെ കടം വാങ്ങി തന്ന മുതലല്ലേ. മാസാമാസം പീഡിയക്കാര് വന്ന് എച്ചിക്കണക്ക് പറയുമ്പോ എങ്ങനെയാണ് സാറന്മാരെ ലോൺ അടക്കാൻ പിടിച്ചു? വേണ്ട, ഞങ്ങൾക്ക് കിട്ടാനുള്ള എച്ചിക്കണക്ക് പറഞ്ഞോളാം. വീട് പണി പൂർത്തിയാക്കാനാ അസീസ് ലോൺ തരപ്പെടുത്തി. എന്നിട്ട് വീട് പണി പൂർത്തിയാക്കിയതുമില്ല, ലോൺ ഒട്ട് അടച്ചതുമില്ല. അത് പിന്നെ ഉണ്ടായിരുന്ന കാശും ലോൺ എടുത്തതും കൊണ്ടാ രണ്ടാമത്തെ മോളെ കെട്ടിച്ചു വിട്ടത്. ഓഹോ, അപ്പൊ ബാങ്കിനെ പറ്റിക്കായിരുന്നല്ലേ? ഇതിനൊക്കെ വകുപ്പ് വേറെയാ. എന്താ വേണ്ട ഞങ്ങൾക്ക് അറിയാം. സാറന്മാരെ മാപ്പാക്കണം. ഇപ്പൊ എന്തേ ഉള്ളു ഈ പോരയില്? ഇതന്നെ ഞാൻ എന്റെ മയ്യത്തിന് വേണ്ടി കാത്തുവച്ചതാ. സാറന്മാരത് കൊണ്ടുപോയി ലോണിൽ അടിച്ചു. ഇതിങ്ങനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പ്രൊവിഷൻ ഇല്ല. വല്ലവരുടെയും കൈ കൊടുത്ത് വിറ്റ് കിട്ടുന്ന പണം നാളെ തന്നെ ബാങ്കിലെത്തിക്കും. അതെ, എങ്കിൽ കുറച്ചു ദിവസം കൂടി പിടിച്ചു നിൽക്കാൻ നോക്കാം. ബാങ്കുകാർ വന്ന് കുറെ തെറി പറഞ്ഞു പോയി. മരിച്ചുപോയ എന്റെ വാപ്പയെ പറഞ്ഞ ഞാൻ സഹിക്കും. എന്നാലും നിന്റെ ഉപ്പയെ കുറ്റപ്പെടുത്തി ആരെങ്കിലും പറഞ്ഞു എനിക്കത് സഹിക്കൂല മോനെ.